ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയില്ലേ, അതിൻ്റെ ഒരു അച്ചാറാണ്. അതും ഞാൻ പിന്നെ കുറച്ച് മാങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറുങ്ങനെ അരിഞ്ഞിട്ട് വെക്കാം. അതുപോലെ ഈ ചെറിയ ഉള്ളി ഞാനൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇത് മാങ്ങ ഇഞ്ചിയാണ്. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെക്കുക. ആ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ കടുകും പിന്നെ കുറച്ച് ഉലുവയും വറുത്തെടുത്തിട്ടുണ്ട്, വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, കൊച്ചുള്ളി എന്ന് പറയും. അപ്പോൾ ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ വറുക്കാൻ വെച്ചിട്ടുള്ള കടുകും ഉലുവയും വെച്ച് കൊടുക്കുക. അതൊന്ന് നല്ലോണം പൊട്ടി വരട്ടെ. നല്ലോണം പൊട്ടി വന്നത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കുക. പിന്നെ തണിയാൻ വെക്കുക. നമ്മളെ ചട്ടിയിൽ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ എണ്ണയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉള്ളി വറുക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും തണിഞ്ഞിട്ടുണ്ട്. ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളതൊന്ന് പൊടിച്ചെടുക്കുക. നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല, കുറച്ച് തരി പോലെ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മളെ ഉള്ളി നല്ലോണം ഇവിടെ ചൂടായിക്കൊണ്ടുണ്ട്, കണ്ടില്ല, ഇത്ര മതി തരി. ഇപ്പോൾ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. നമ്മളതൊന്നും കൂടി ഒന്ന് വറുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക, വേറെ പാത്രത്തിലേക്ക് വെക്കുക. പിന്നെ ചട്ടിയിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവയും പൊട്ടി വരട്ടെ നല്ലോണം. ഉലുവ പൊട്ടി വന്നതും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ നമ്മൾ ഈ ഇഞ്ചിയില്ലേ, മാങ്ങ ഇഞ്ചി, അതും അരിഞ്ഞതും അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുത്തട്ടോ. എൻ്റെ അടുത്ത് കരിവേപ്പില ഇല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് പച്ചമണെല്ലാം മാറുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് എരിവും രണ്ടും എരിവുള്ളതും കാശ്മീർ മുളക് പൊടിയും 2 മിക്സ് ആയതാണ്. അതിട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലോണം വറുത്ത് കഴിഞ്ഞത് നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഉലുവയില്ലേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക അതിലേക്ക്. എണ്ണ ചട്ടിയിലാക്കുമ്പോൾ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കുന്നുണ്ട് കേട്ടോ ചട്ടി. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആക്കി നോക്കിയത്. അപ്പോൾ ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇതില്ലേ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനേക്കാളും മുന്നിൽ കുറച്ച് വിനാഗിരി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അച്ചാറെന്ന് പറയുമ്പോൾ കുറച്ച് പുളി, ഉപ്പ്, എരിവെല്ലാം വേണ്ടേ, അപ്പോൾ അതിനായിട്ടാണ് വിനാഗിരി ഒഴിച്ചത്. അപ്പോൾ ഉള്ളിയും ഇവിടെ ഇട്ടിട്ട് നല്ലോണം നമുക്കതൊന്ന് ആ മസാലയിലൊന്ന് വേവട്ടെ ഉള്ളി. ഇപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മൺചട്ടിയിലാക്കിയത് കാരണം എണ്ണയെല്ലാം മൺചട്ടി എണ്ണ വലിച്ചു കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എണ്ണ ഇപ്പോൾ ലാസ്റ്റ് എല്ലാം ഉണങ്ങിയപ്പോലെ ആവും തോന്നുന്നു. അപ്പം അധികം ഡ്രൈ ആയിട്ടുണ്ടാവും, എണ്ണ അധികം ഉണ്ടാവില്ല, ഡ്രൈ ആയിട്ടുണ്ടാവും. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. എല്ലാവർക്കും താങ്ക്സ്.